ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാജ്യത്തെ വെട്ടിമുറിച്ചത് കോൺഗ്രസ് ആണ്. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പിന്നിൽ ആരെല്ലാം ആണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക കണക്ക് പ്രകാരം 1200 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെങ്കിലും ഗ്രാമങ്ങളിൽ 100 കണക്കിന് ഹിന്ദുക്കളെ കൊല്ലുകയാണ്. നിരാലംബരായ ഇവരെ ഇതിലേക്ക് എറിഞ്ഞുകൊടുത്ത ശക്തികൾ ആരാണ് എന്ന് തിരിച്ചറിയണം. ഹിന്ദുവിന്റെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലാതാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. 1921 മാപ്പിള ലഹളയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു. ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഹിന്ദു വംശഹത്യ നടത്തി. അന്ന് ഹിന്ദുക്കളെ എരിതീയിലേക്ക് എറിഞ്ഞുകൊടുത്ത കോൺഗ്രസുകാരെ പിന്നെ എവിടെയും കണ്ടില്ല. ഹിന്ദുക്കളെ കൂട്ടക്കുരുതിക്ക് തള്ളിയിട്ടിട്ട് അവരെല്ലാവരും ഓടിക്കളയുകയായിരുന്നു. പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ 18% ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി ദയനീയമാണ്. പാകിസ്ഥാനിലെ ഭൂമിയിൽ അവിടുത്തെ ഹിന്ദുക്കൾക്കും അവകാശമുണ്ട്. മതേതരത്വം ജയിച്ചു എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ SDPI അംഗം ഇന്നലെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുക എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമൂഹവും തങ്ങളുടെ മതക്കാർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങളിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? പലസ്തീൻ തീവ്രവാദികൾ അങ്ങോട്ട് അടിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് എന്ന് ഒക്ടോബർ 8 ശശി തരൂർ MP കോഴിക്കോട് പറഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തെ എവിടെയും പ്രസംഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് തില്ലങ്കേരി ചൂണ്ടിക്കാണിച്ചു. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ലീഗ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ശശി തരൂരിനെയായിരുന്നു. എന്നാൽ ഈ പ്രസംഗത്തിന് ശേഷം ചിത്രം ഏറെ മാറിപ്പോയി. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും വെല്ലുവിളിക്കുന്നതിനായി വത്സൻ തില്ലങ്കേരി ആ വേദി ഉപയോഗപ്പെടുത്തി. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൽ നാസർ മദനിക്കു വേണ്ടിയും പൗരത്വ നിയമത്തിലും വഖഫിലും 140 പേരും ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ശബ്ദമുയർന്നു. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മൗനം പാലിക്കുന്നു. അദാനി അംബാനി എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇപ്പോൾ സംബാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നെഹ്റുവിനെ പോലെയുള്ള കോൺഗ്രസുകാരുടെ അധികാരമോഹമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയ്ക്ക് കാരണം. RSS വിഭാഗം സംഘചാലക VK സോമസുന്ദർ അധ്യക്ഷത വഹിച്ച ചിന്മയ് മിഷൻ ആചാര്യ സ്വാമി അശേഷാനന്ദ ഓലശ്ശേരി അങ്ങനെ ഒരുപാട് ആളുകൾ, ദയാനന്ദാശ്രമത്തിന്റെ മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. എന്താണോ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്യുന്നത് അതിന്റെ 100 മടങ്ങ് ശക്തിയിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയും ഈ രാജ്യത്തോട് ചെയ്യും. കാരണം മതേതരത്വത്തിന് വെല്ലുവിളിയായി അവർ പാർലമെന്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ തീവ്രവാദി ജയിലിൽ കിടന്ന ഇലക്ഷന് മത്സരിച്ച് ജയിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന്റെ ഫീസ് ചോദിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ച 2 SDPI പ്രവർത്തകർ അറസ്റ്റിലായ വാർത്ത. ഏത് മാധ്യമങ്ങളിൽ നിന്ന് ഈ വാർത്ത നമുക്ക് വായിക്കാൻ സാധിക്കും? ഏതു മാധ്യമ പ്രവർത്തകർ ഈ വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യും? ഭയമില്ലാതെ. പേട്ട B ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അതുപോലെ MBV ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുമായ സലീം എന്ന 55-കാരൻ അദ്ദേഹത്തിനാണ് മർദ്ദനമേറ്റത്. തടസ്സം പിടിക്കാൻ ശ്രമിച്ച ഭാര്യ സലീന എന്ന 55-കാരിക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. SDPI പ്രവർത്തകരും സഹോദരന്മാരുമായ പേട്ട പുതുപ്പറമ്പിൽ അഫ്സൽ റഹീം എന്ന 21-കാരൻ, ആഷിഖ് റഹീം എന്ന 22-കാരൻ, ഇവരെ 2 പേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്രയും നമുക്കറിയാം. ഇനി ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതും ഇവർ പുഷ്പം പോലെ ഇറങ്ങി വരുന്നതും ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല. ഇതിന്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഒരു മാധ്യമങ്ങളോ ഒരു ജേർണലിസ്റ്റോ ശ്രമിക്കാറുമില്ല. ഇന്നലെ രാത്രി 7 മണിക്ക് പേട്ട KSEB ഓഫീസിന് സമീപത്തുള്ള വീട്ടിൽ നിന്ന് സലീമിനെ വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. കമ്പി വടി കൊണ്ടുള്ള അടിയേറ്റ് സലീമിന്റെ തലയ്ക്ക് ഇടതുവശത്ത് പൊട്ടലുണ്ട്.
പുറത്തും മുഖത്തിന്റെ ഇരുവശത്തും കാലുകളിലും പരിക്കേറ്റു. പ്രതികളുടെ മാതാവ് സുധീന സലീമിന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠനത്തിന് ചേർന്നിരുന്നു. എന്നാൽ ഫീസ് നൽകിയില്ല. ഫീസ് ചോദിക്കാൻ പലതവണ സലീം വിളിച്ചെങ്കിലും സുധീന ഫോൺ എടുത്തിട്ടില്ല. പിന്നീട് സലീം ഇവരെ വാട്സപ്പിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞു എന്ന് ആരോപിച്ചിട്ടാണ് പ്രതികൾ വീട്ടിലെത്തി മർദ്ദിച്ചത്. സലീം ആദ്യം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കോൺഗ്രസിൽ ചേർന്നു. വീണ്ടും തിരികെ CPM-ലെത്തി. ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഗുരുതരമായ പരിക്കേറ്റ സലീം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആർക്കും പരാതി ഉണ്ടാകില്ല. കാരണം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. നമുക്ക് അഭിമന്യുവിന്റെ വിഷയം അറിയാമല്ലോ. ആരാണ് ചെയ്തതെന്നും ആരെയാണ് ചെയ്തതെന്നും ഏത് ദുഷ്ടലാക്കോടുകൂടിയാണ് ചെയ്തതെന്നും നമുക്കറിയാം. മുഖ്യധാരാ ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ NDF-ന്റെ ആളുകളാണ് ചെയ്തത്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ചെയ്തത് എന്ന് പറയാൻ പോലും മടിച്ചിരുന്ന CPM അംഗത്തെ ചാനലിൽ ഞാൻ നേരിട്ടതാണ്. എനിക്കറിയാം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഇസ്ലാം മത തീവ്രവാദികളുടെ ഈ തേരോട്ടത്തെ ബ്രിട്ടൻ അടക്കം പ്രതിഷേധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഉയർന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ പാർലമെന്റ് നിശബ്ദമായിരുന്നു. നമ്മുടെ പപ്പോണ്ണൻ ഉറങ്ങുമായിരുന്നു. ബ്രിട്ടീഷ് MP ആയ ഈ ബ്ലാക്ക്മെൻ എന്ന വ്യക്തിയാണ്, ബോബ് ബ്ലാക്ക്മെൻ. അദ്ദേഹമാണ് ബംഗ്ലാദേശ് വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ബംഗ്ലാദേശിൽ ഇതുപോലെ ഹിന്ദുക്കളെ ക്രൂരമായി ക്രൂശിക്കുന്നതിനും അവരുടെ അമ്പലങ്ങളും വീടുകളും ചുട്ട് ചാമ്പലാക്കുന്നതിനുമൊക്കെ എതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും മറ്റുള്ളവരോട് പ്രതികരിക്കാൻ ആഹ്വാനം നടത്തുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കും ക്ഷേത്രങ്ങൾ തകർക്കുമ്പോഴുമൊക്കെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ BJP ഒഴികെ മറ്റാരും ശബ്ദിക്കാറില്ല. ഗാസയിൽ യുദ്ധത്തിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധവും പ്രതികരണവും നടത്തിയ ആളുകൾ, ഹാഷ്ടാഗ് ഇട്ടവർ, വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, ഗാസയിലേക്കും റാഫയിലേക്കും നിരന്തരം അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കരഞ്ഞവർ, ഇവരെ ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടകൾ സൗകര്യപൂർവ്വം മറക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലുടനീളവും ഹിന്ദു വംശഹത്യക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാതെ വരുമ്പോൾ ബ്രിട്ടനിൽ നിന്നും ശക്തമായ രൂപത്തിൽ പ്രതികരണം ഉണ്ടാകുന്നത് ഈ സമയത്ത് നമ്മളെ ലജ്ജിപ്പിക്കും. കൃഷ്ണ പ്രസ്ഥാനത്തിലെ ദ്രോഹിക്കുന്നത് അവരെ ദ്രോഹിക്കുന്നതിന് നീതിയല്ല എന്നും ഇത് ബംഗ്ലാദേശിലെ പ്രകൃതി തന്നെ വലിയ രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നുമാണ് ബ്രിട്ടീഷ് MP പാർലമെന്റിൽ പറഞ്ഞത്. ബംഗ്ലാദേശിലെ നരഹത്യയിൽ ഇടക്കാല നേതാവായ മുഹമ്മദ് യൂനുസും കുറ്റക്കാരനാണ് എന്ന് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭിപ്രായപ്പെട്ടു. ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൽ യൂനുസിന് പങ്കുണ്ട്. ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിൽ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷെയ്ഖ് ഹസീന. ആദ്യമായിട്ടാണ് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ശേഷം ഷെയ്ഖ് ഹസീന പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ യൂനുസ് പരാജയപ്പെട്ടു. തന്റെ പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന് സംഭവിച്ചതുപോലെ തന്നെയും സഹോദരി ഷെയ്ഖ് റഹാനെയും വധിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു എന്നും അവർ ആരോപിച്ചു. മുജീബ് റഹ്മാനെ 1975 കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് 5 ധാക്കയിൽ എന്റെ ഔദ്യോഗിക വസതി വിടുന്ന സമയത്ത് സായുധ പ്രക്ഷോഭകർ ഇരച്ചു കയറുകയായിരുന്നു. 20-30 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് രാജ്യം വിടേണ്ടി വന്നത്. സുരക്ഷാ ഗാർഡുകൾ വെടിവെച്ചിരുന്നെങ്കിൽ ധാരാളം ജീവനുകൾ പൊലിഞ്ഞേനെ. എന്തൊക്കെ സംഭവിച്ചാലും വെടിവെക്കരുത് എന്ന് താൻ സുരക്ഷാ ഗാർഡുകളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. ഇന്നിപ്പോൾ എനിക്കെതിരെ വംശഹത്യ ആരോപിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യൂനുസ് വളരെ ആസൂത്രിതമായ രീതിയിൽ കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വംശഹത്യയുടെ സൂത്രധാരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് മുഹമ്മദ് യൂനുസ് വഹിക്കുന്നതെന്നും വിദ്യാർത്ഥി നേതാക്കളും യൂനുസുമാണ് ഇതിന്റെ പ്രധാന കണ്ണികളെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രൈസ്തവരെയും ആരെയും വെറുതെ വിടുന്നില്ല. പള്ളികൾക്ക് തീവയ്ക്കുന്നു, ക്ഷേത്രങ്ങൾക്കും ബുദ്ധവിഹാരങ്ങൾക്കും തീയിട്ടു. ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. എന്തിനാണ് ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്? ആളുകൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് രാജിവെക്കാൻ പോലും സമയം കിട്ടിയില്ല. ഷെയ്ഖ് ഹസീന ബംഗാളിയിലാണ് പറഞ്ഞത്. അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് താൻ രാജ്യം വിട്ടതെന്നും എന്നാൽ അത് സംഭവിച്ചില്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം പോലും വഷളായിരിക്കുകയാണ്. ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വിശേഷിച്ചും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു.